മോളെ ഹലോ ഗുഡ് മോർണിംഗ് പപ്പ. ഗുഡ് മോർണിംഗ്. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കുക. ജനാധിപത്യത്തെ സോഷ്യൽ മീഡിയ ശക്തിപ്പെടുത്തുന്നുണ്ടോ അതോ ദുർബലപ്പെടുത്തുകയാണോ? അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. ഓക്കെ, വളരെ ശരിയാണ്. നമുക്ക് ആദ്യം സംസാരിക്കാൻ പോകുന്നത് ജനാധിപത്യം യഥാർത്ഥത്തിൽ സോഷ്യൽ മീഡിയ ശക്തിപ്പെടുത്തുന്നുണ്ടോ? യെസ് ഓർ നോ? യെസ്, ഉണ്ട്. ഉണ്ട്. എന്നാൽ അത് ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടോ? യെസ്, അതും ശരിയാണ്. അതും ശരിയാണ്. അപ്പൊ കൂടുതൽ നമ്മൾ പറയേണ്ടത് ഏതാണ്? ഏതാ? ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുകയാണോ അതോ ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുകയാണോ ചെയ്യുന്നത്? ഏതാ? ശക്തിപ്പെടുത്തുകയായിരിക്കും. കുത്തിത്തിരിപ്പുകളും ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ ജനാധിപത്യ കുത്തിത്തിരിപ്പ് എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ എടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. യെസ് ആണ്, ശരിയാണ്. മനസ്സിലാവുന്നു? എന്നാൽ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ദുർബലപ്പെടുത്തുന്ന കുറെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഡെയിലി കണ്ടുവരികയാണ്. ശരിയാണ്. അപ്പൊ സോഷ്യൽ മീഡിയയുടെ പ്രധാനപ്പെട്ട ശക്തിപ്പെടുത്തുന്ന മാർഗങ്ങൾ ഏതൊക്കെയാണ്? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കണ്ടുവരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറ. ഫേസ്ബുക്ക്. അതൊക്കെ ആ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഓക്കെ. അത് വാട്സപ്പ് ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, ട്വിറ്റർ ഉണ്ട്, അങ്ങനെയുള്ള എല്ലാ മീഡിയകളും ഉണ്ട്. ഇതുകൊണ്ട് ജനാധിപത്യത്തിൽ അല്ലെന്നുണ്ടെങ്കിൽ സാധാരണ ജനത്തിന്റെ ജീവിതത്തിൽ വരുന്ന ഉയർച്ചകൾ എങ്ങനെയൊക്കെയാണ് അവരെ ശക്തിപ്പെടുത്തുന്നത് എന്നാ ചോദ്യം. ഒന്ന് പറഞ്ഞു വേണ്ട മോനെ, അങ്ങനെ കാല് ശ്രദ്ധിച്ചു നടക്കണം. സോഷ്യൽ മീഡിയയുടെ ഉപയോഗത്തിലുള്ള ജനങ്ങളുടെ ഇടയിൽ കുറച്ചുകൂടെ എന്തുവാ ഇപ്പൊ ഒരു ഇമൻസൻസ് കൊടുക്കാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസ് കൊടുക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ഒരു സപ്പോർട്ട് എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ട് എന്ന് അവർക്കൊരു അവയർനെസ് കൊടുക്കാനായിട്ടും, അതുപോലെ തന്നെ അതിൽ അവർ കുറച്ചുകൂടെ അവരെ ഒന്ന് ഉറപ്പിക്കുവാനായിട്ട് നിലപാടുകൾ ശരിയാണോ തെറ്റാണോ എന്ന് വിചിന്തനം ചെയ്യുവാനായിട്ടൊക്കെ. നമ്മൾ സിമ്പിൾ പോയിന്റ്സ് പറഞ്ഞാൽ മതി. ഒന്ന്, നേരത്തെ എത്തിക്കുന്നു വാർത്തകൾ. വാർത്തകൾ നേരത്തെ എത്തിക്കുന്നതിനും അതോടൊപ്പം തന്നെ നമുക്ക് അഭിപ്രായങ്ങൾ, ആ വാർത്ത ഒരെണ്ണം നേരത്തെ പറയുന്നു, ആ പറയുന്ന വാർത്ത എന്ത് ചെയ്യുന്നു, നമുക്ക് ഡിസ്കഷൻ ചെയ്യാനും പറ്റുന്നു. ശരിയാണ്. അതാണ് വളരെ സോഷ്യൽ മീഡിയയുടെ ഉള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു അഭിപ്രായം, ഒരു വാർത്ത സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ നാട്ടിലായാലും ശരി ഒരു വാർത്ത നമുക്ക് പെട്ടെന്ന് കിട്ടുന്നതിന് സോഷ്യൽ മീഡിയ നമ്മളെ സഹായിക്കുന്നുണ്ട്. ശരിയാണ്. അതോടൊപ്പം തന്നെ വേറൊരു പോയിന്റ് എന്ന് പറഞ്ഞു, ആ പറയുന്ന വിഷയത്തിന്മേൽ നമ്മുടെ അഭിപ്രായം പറയാൻ പറ്റും. സോഷ്യൽ മീഡിയക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്. വേറെ എന്തോ നിങ്ങൾ പറയുന്ന സോഷ്യൽ മീഡിയയുടെ വേറൊരു അഡ്വാൻറ്റേജ്? ഇപ്പൊ അഴിമതിയുമായി ബന്ധപ്പെട്ട ഒരു അഴിമതി വിഷയം ഉണ്ടായി, അങ്ങനെ എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് ഉണ്ടായ ആ പ്രോബ്ലംസ് നമുക്കൂടെ ഇടപെട്ട് സംസാരിക്കാൻ പറ്റും. മനസ്സിലാവുന്നു? അല്ലെങ്കിൽ അത് പൊതുസമൂഹത്തിൽ എത്തിക്കാനും നമുക്ക് കഴിയും. ഇതിന് എന്തോ സഹായിക്കുന്നുണ്ട്? സോഷ്യൽ മീഡിയ സഹായിക്കുന്നുണ്ട്. മനസ്സിലായോ? അടുത്ത വേറൊരു പോയിന്റ് പറയാൻ എന്തുകൊണ്ട്, ഇപ്പൊ ഒരു ജനകീയപരമായ ഒരു പ്രക്ഷോഭം അല്ലെങ്കിൽ ഒരു വിഷയം അത് സാമൂഹിക ഇടപെടലിലൂടെ ചോദ്യം ചെയ്യപ്പെടുന്നതിന് ഈ സോഷ്യൽ മീഡിയ സഹായിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങൾ നമുക്ക് പറയാം. അനുഭവം, അത് നമുക്ക് അനുഭവിച്ചിട്ടുള്ള സംഭവങ്ങൾ. അപ്പോൾ ഒന്ന്, ഇപ്പം വളരെ ലേറ്റസ്റ്റ് ആയിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന CJP എന്ന് പറയുന്ന പാർട്ടിയുടെ ഒരു വിഷയം, കോക്രോച്ച് ജനതാ പാർട്ടി. ഈ കോക്രോച്ച് ജനതാ പാർട്ടിയിലൂടെ അവരെന്ത് ചെയ്യുക, യഥാർത്ഥത്തിൽ ഒരു ഒപ്പോസിഷനായി മാറുക. ഗവൺമെന്റ് കൊണ്ടുവരുന്ന ആശയങ്ങൾ അല്ലെങ്കിൽ ഗവൺമെന്റിൽ ഒരു തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ ആ തെറ്റിനെ കൃത്യമായ രീതിയിൽ അഡ്രസ്സ് ചെയ്യും. ആ അഡ്രസ്സ് ചെയ്യപ്പെടുന്ന കാര്യം സോഷ്യൽ മീഡിയയുടെ ജനങ്ങളിലേക്ക് എത്തി അവരുടെ സ്വാധീനം വാങ്ങാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ CJP എന്ന് പറയുന്ന പാർട്ടി ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ്. ജനാധിപത്യത്തിൽ ശക്തിപ്പെടുത്തുന്നതിൽ സോഷ്യൽ മീഡിയയുടെ പങ്കെന്ന് പറയുന്നത്, സോഷ്യൽ മീഡിയയിലൂടെ പെട്ടെന്ന്, ഇപ്പോ ഇന്ത്യ ഒരു ഉപഭോക്തൃ രാജ്യമാണ്. നമ്മൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയ നമ്മുടെ അല്ല, ഇന്ത്യയുടെ സോഷ്യൽ മീഡിയ അല്ല. പക്ഷെ വേൾഡ് പോപ്പുലേഷന്റെ മൃഗീയമായ ആൾക്കാരും നമ്മുടെ അടുത്താണ്, ഒരു രാജ്യത്താണ്. അപ്പൊ നമുക്ക് നമ്മളുടേതല്ലാത്ത പിന്നെ ഒരു നമ്മുടെ അല്ലാത്ത ഒരു ഉപയോഗ ഒരു രാജ്യമാണെന്ന് പറയുന്നതിനോട്, ഇപ്പൊ നമുക്ക് ഫുട്ബോൾ കളി നടക്കുന്നു, നമ്മുടെ രാജ്യം ഇല്ലെന്നുണ്ടെങ്കിലും രാത്രി ആവേശത്തോട് അതിന്റെ ഭാഗമായി മാറുന്നു. അങ്ങനെ നമ്മൾ എല്ലാ കാര്യങ്ങളിലും ഇത്തരത്തിലുള്ള ലോകരാജ്യങ്ങൾ നമ്മളെ ഭയങ്കരമായി സ്നേഹിക്കും. നമ്മൾ എവിടെ ചെന്നാലും അവന്മാർ നമ്മളെ ചാടി കയറി കെട്ടിപ്പിടിക്കും. കാര്യം എന്താ? അവന്മാരുണ്ടാക്കുന്നതും അവന്മാർ ചെയ്യുന്നതും എല്ലാം അനുഭവിക്കേണ്ടത് ആരാ? നമ്മളാണ്.
ലോകത്ത് നല്ലതും ചീത്തയുമായ പല കാര്യങ്ങളും ഉൾക്കൊള്ളുകയും അത് ഉപയോഗിക്കുകയും ചെയ്യേണ്ട ഒരു രാജ്യമായി നമ്മൾ മാറി. ശരിയാണ്. ഐഡിയ കിട്ടിയോ? അത് വലിയൊരു ശരിയാ. പക്ഷെ അംഗീകരിക്കപ്പെടാൻ കഴിയാത്ത, ജനങ്ങൾക്ക് അംഗീകരിക്കപ്പെടാൻ കഴിയാത്ത ചില കാര്യങ്ങളാണത്. അപ്പോൾ CJP കൊണ്ടുവന്ന ഒരു ആശയം, ജനാധിപത്യത്തിൽ ചോദ്യം ചെയ്യപ്പെടലുകൾ സോഷ്യൽ മീഡിയയിലൂടെ നടക്കുന്നു. 2, ഇൻഫർമേഷൻസ് ചില സമയത്ത് ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. വളരെയേറെ ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടും സോഷ്യൽ മീഡിയയിലൂടെ. അറിവുള്ളവർ അവര് മോട്ടിവേഷൻസ്, അതുപോലുള്ള ട്രെയിനിങ്സ് ഇതെല്ലാം കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതെല്ലാം ഫ്രീ ആണ്. ആക്ച്വലി നമ്മൾ അങ്ങനെ നമുക്ക് ഒത്തിരി ഹെൽപ്പ് ഏതിൽ നിന്ന് കിട്ടുന്നുണ്ട്, കാര്യങ്ങൾ ഏതിൽ നിന്ന് കിട്ടും? സോഷ്യൽ മീഡിയയിലൂടെ. അപ്പൊ നമുക്കിതിനെപ്പറ്റി പിന്നെ അതിന്റെ പ്രധാനപ്പെട്ട വശങ്ങളെ പറ്റി സംസാരിക്കാം. അപ്പൊ സോഷ്യൽ മീഡിയ ശക്തിപ്പെടുത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു സോഷ്യൽ മീഡിയ എന്തോ ചെയ്യുന്നു? ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നു. എന്നാൽ അത് ദുർബലപ്പെടുത്തുന്ന എവിടേക്കാണ്? തെറ്റായ വാർത്തകൾ നൽകും, അപവാദങ്ങൾ പ്രചരിപ്പിക്കും. ഇതൊക്കെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും? അതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കാതെ റിയാക്ട് ചെയ്യാൻ പറ്റും. അപ്പോഴത്തേക്ക് നമ്മൾ ഇത് സ്പ്രെഡ് ഇല്ല, എപ്പോഴെങ്കിലും കൊടുങ്കാറ്റ് പോലെ ഈ സാധനം ആഞ്ഞടിച്ചങ്ങ് പോകും. അതുകൊണ്ട് ശരിയും തെറ്റും തിരിച്ചറിഞ്ഞ് വിശകലനം ചെയ്യുന്നതിന് മുമ്പ് തന്നെ മനസ്സിലായോ ഈ സംഭവം ജനങ്ങളുടെ ഇടയിലേക്ക് പോകും. അത് ജനാധിപത്യത്തെ വലുതായി എന്ത് ചെയ്യുന്നു? ബാധിക്കുന്നു. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ജനങ്ങൾ എന്ത് ചെയ്യും? സോഷ്യൽ മീഡിയയിലൂടെ ഒരെണ്ണം പറഞ്ഞ തെറ്റാന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളാനും പഠിച്ചു. അങ്ങനെയുണ്ട്. പുല്ല അതൊക്കെ എങ്ങനെയാണ് സോഷ്യൽ മീഡിയ പറയുന്നതല്ല ശരിയാണെന്ന് എടുക്കുകയും ചെയ്യും. അതേ സമയത്ത് തന്നെ അവര് തെറ്റാണെന്ന് അംഗീകരിക്കുന്നതിന് വലിയ മടിയൊന്നുമില്ല. മനസ്സിലാവുന്നു? ഈ വിദ്വേഷ പ്രസംഗങ്ങളൊക്കെ, അതായത് പണ്ടത്തെ കാലഘട്ടത്തില്, ഞാൻ ഈ പഴയ കാലഘട്ടത്തിലൊക്കെ ഇപ്പോഴും ഉണ്ടോന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല, ഇപ്പം വളരെ കുറവാണെന്ന് എനിക്ക് തോന്നുന്നത്. പണ്ടത്തെ കാലത്തൊക്കെ എന്ത് ചെയ്യുന്നറിയാമോ? ഈ ട്രെയിനകത്ത് പോകുമ്പോഴേ ട്രെയിനിന്റെ ബാത്റൂമിൽ പോയിരുന്ന് എഴുതി വെക്കും. ഓരോരുത്തരുടെ പേരെഴുതുക എന്ന് പറഞ്ഞാൽ ജനത്തിന് അൾട്ടിമേറ്റ് ആയിട്ട് എന്തെങ്കിലും ചീത്തയൊക്കെ എഴുതും, പ്രതിഷേധങ്ങൾ എഴുതി വെക്കും. മനസ്സിലാവുന്നു? ഇപ്പം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് അപ്രീസിയേഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റാ. അവനൊന്നും വേണ്ടാന്ന് പറഞ്ഞാലും അവനെ ഒരാൾ അംഗീകരിക്കുന്നതോളം വലുതായിട്ട് വേറെ ഒന്നുമില്ല. അതുകൊണ്ടാണ് ഈ മതങ്ങൾ ശക്തിപ്പെടുത്തുന്നത്. അപ്പൊ ഈ മതങ്ങൾക്ക് വേണ്ടി മതങ്ങളുടെ എന്ത് ചെയ്യുന്നു? ഒരു പിരിവ്, 2 പിരിവ്, ജാതി, അതിന്റെ ഉപജാതിയൊക്കെ വരുന്ന എന്തിനു വേണ്ടിയാ? അപ്പൊ അവർക്ക് ഇതിലൂടെ എന്ത് സംഭവിക്കാനാ? നേതാവാകാനാ. മറ്റുള്ള ഒരു സമൂഹം അയാളെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാ. അല്ലാതെ ആവശ്യത്തിന് സംഘടനകളും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഇല്ലയോ? പക്ഷേ പുരുഷന്മാർക്ക് സംഘടന, സ്ത്രീകൾക്ക് സംഘടന, വണ്ടി പോകുന്നവരുടെ സംഘടന, ഇരിക്കുന്നവരുടെ സംഘടന, നിൽക്കുന്നവരുടെ സംഘടന, ഓട്ടോ ഓടിക്കുന്നവരുടെ, ബസ് ഇങ്ങനെ 10,000-കണക്കിന് സംഘടനകളെ കൊണ്ടുവരിക. അത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുക. എന്തിനാണ്? അവരുടെ കാര്യങ്ങൾ നടക്കുന്നതിന് വേണ്ടി. മനസ്സിലായോ? അപ്പം വ്യാജ വാർത്തകൾ നിർമ്മിച്ചു വിടുന്നത് വലിയ ഒരു പ്രധാന പ്രശ്നമാണ്. അത് എവിടെ എഫക്ട് ചെയ്യും? നമ്മുടെ ജനാധിപത്യത്തെ എഫക്ട് ചെയ്യുന്ന സംഭവമാണ്. മനസ്സിലായോ? ഇപ്പൊ ഈ രാഷ്ട്രീയപരമായ, അപ്പൊ ഈ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് മനസ്സിലാവുന്നു, ഒരു യുവജനത്തെ രാഷ്ട്രീയപരമായി ഇപ്പൊ നമ്മൾ പറഞ്ഞ CJP ഒരാശയത്തെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? വളർത്തിയെടുത്തോണ്ട് വരാൻ ഈ സാധനം അതൊരു ദുർബലപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട് ജനാധിപത്യത്തിൽ. ജനാധിപത്യത്തിൽ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ വളരെയേറെ ഇമ്പോർട്ടൻസ് കിട്ടേണ്ട ആ ഒരു സാഹചര്യത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു? എന്ത് ചെയ്യുന്നു? ആ പറയുന്ന തരത്തിൽ വെച്ച് നോക്കുമ്പം ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഇടപെടലുകൾ നമ്മുടെ ജനാധിപത്യത്തെ വളരെയേറെ കൊല്ലുന്നു എന്നുള്ളതിനകത്ത് വലിയ തെറ്റൊന്നുമില്ല. അങ്ങനെ ഒരു പ്രതിസന്ധി നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇനി സോഷ്യൽ മീഡിയ നമുക്കൊരു പ്രശ്നം എന്തോന്ന് ചോദിച്ചാൽ രാഷ്ട്രീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നതിന്, മനസ്സിലാവുന്നു, സോഷ്യൽ മീഡിയ എന്ത് ചെയ്യുന്നു? രാഷ്ട്രീയ ധ്രുവീകരണം വർദ്ധിപ്പിക്കുന്നു. മനസ്സിലാവുന്നു? ഓരോ തീരുമാനങ്ങൾ അല്ലെങ്കിൽ യുവജനങ്ങളെ തെറ്റായ ധാരണയിലേക്ക് എത്തിക്കുന്നതിനുമൊക്കെ ഇത് ജനാധിപത്യത്തിൽ സോഷ്യൽ മീഡിയയ്ക്ക് മോശമായ വശങ്ങളുണ്ട്. അപ്പം സോഷ്യൽ മീഡിയ യഥാർത്ഥത്തിൽ എന്താണ്? നമുക്ക് ഗുണകരമാണ്. അതോടൊപ്പം തന്നെ അതിനകത്ത് ദൂഷ്യവശങ്ങളും ഉണ്ട്. മനസ്സിലാവും? അപ്പൊ നമുക്ക് അമ്മയുടെ അടുത്തേക്ക് കൂടെ പോകാം. അപ്പം ഒരു കാര്യം മനസ്സിലാക്കാൻ ഇനി ഞാൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ ഒരു ടോപ്പിക്ക് നിങ്ങളോട് സംസാരിച്ചെന്താണെന്ന് വെച്ചാൽ, ഈ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ഭയങ്കരമായി വർദ്ധിക്കുന്നുണ്ട്. അത് നാളുകളിൽ വളരെയേറെ ചർച്ചകൾ ചെയ്യപ്പെടുകയും ചെയ്യും. അതിനനുസരിച്ചുള്ള ചില നിയന്ത്രണങ്ങൾ വേണ്ടിവരും. അപ്പം ഞാൻ ചോദിക്കുന്ന ഇത്രയേ ഉള്ളൂ, സോഷ്യൽ മീഡിയ ഡെമോക്രസിയെ ശക്തിപ്പെടുത്തുന്നുണ്ടോ? നമ്മുടെ ചോദ്യം ഇതാ. സോഷ്യൽ മീഡിയ ഡെമോക്രസിയെ ശക്തിപ്പെടുത്തുന്നുണ്ടോ? വ്യാജ വാർത്തകളൊക്കെ നിരോധിക്കാൻ വേണ്ടി ഗവൺമെന്റ് എന്തെങ്കിലും അധികമായി ചെയ്യേണ്ടതുണ്ടോ? രണ്ടാമത്തെ ഒരു ചോദ്യം.
ഈ യുവജനങ്ങളെയൊക്കെ രാഷ്ട്രീയപരമായി ബോധവൽക്കരണം നടത്തുന്നതിൽ നല്ല രീതിയിൽ നടത്തുന്നതിൽ സോഷ്യൽ മീഡിയ പങ്ക് വഹിക്കുന്നുണ്ടോ? അടുത്ത ഒരു ചോദ്യം, നിങ്ങളുടെ അഭിപ്രായത്തെ സോഷ്യൽ മീഡിയ അംഗീകരിക്കുന്നുണ്ടോ? എങ്ങനെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കുന്നുണ്ടോ? ഇതൊക്കെയാണ് എന്തോന്ന് സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട ഞാൻ ഒരു ചോദ്യങ്ങൾ ചോദിച്ചത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം. ഇതിപ്പോ ഇത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സോഷ്യൽ മീഡിയ നാളുകളിൽ എന്ത് ചെയ്യും, വലിയ ചർച്ചകളായി വരും. നിങ്ങൾക്ക് സ്കൂളുകളിൽ ഇങ്ങനെ ചോദിക്കാം, സോഷ്യൽ മീഡിയ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നുണ്ടോ? നിങ്ങൾ എവിടെങ്കിലും പപ്പ എപ്പോഴും പറയുമ്പോൾ ഒരു ടോപ്പിക്കായിട്ടാണ് പറയുന്നത്. നാളെ നിങ്ങൾക്കിത് പ്രസംഗിക്കാം. പിന്നെ വേറെ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പൊ പപ്പ ഈ പറയുന്നതിനകത്തും ഒരാൾക്ക് കേട്ടാൽ മതി. ഞാനിത് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്, മനസ്സിലാവുന്നു? പപ്പ ഇതിനകത്തുനിന്ന് നമ്മൾ ഈ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്യുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ. ഇതൊക്കെ എന്തിനാന്ന് ചോദിച്ചാൽ, മോളൊരു 10-25 വർഷം കഴിയുമ്പോൾ മോളൊരു ലെവലിൽ ജയിച്ചു വരും. അന്ന് നിങ്ങൾക്ക് ഇതൊക്കെ ഇരുന്ന് ഇങ്ങനെ കാണാം, ഞങ്ങൾ ഇതുവഴിയായിരുന്നു പോയിരുന്നത്. നമ്മൾ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളെല്ലാം പപ്പ എന്തിനെങ്ങനെ ചർച്ച ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് കൃത്യമായ ആ ഓരോ ടോപ്പിക്കിനെ പറ്റി അറിവ് കിട്ടണം. മനസ്സിലാവുന്ന ഒരു കാര്യം പറയട്ടെ, നമ്മളിപ്പോ എവിടെ ചെന്നാലും എല്ലാവരുടെയും ഒരു അഭിനയം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, രാഷ്ട്രീയക്കാരുടെ. പക്ഷെ ഇപ്പൊ എന്ത് വന്നാലും ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ളത് സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് തന്നെ എല്ലാ രാഷ്ട്രീയക്കാരും ഭയങ്കരമായിട്ട് അങ്ങ് വീഡിയോ ഇടല. മീൻസ് ഭയങ്കര വർക്കാണ് അവിടെ നടക്കുന്നത്. മീൻസ് യെസ്, ആ ഒരു ക്വാളിറ്റി ഉണ്ട് എന്ന് കാണിക്കാനായിട്ട് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്ന പോലൊക്കെ തോന്നിയിട്ടുണ്ട്. അതെ, 101% ഈ ജെനുവിനായി ചെയ്യുന്നവന് കല്ലറി കൂടുതൽ കിട്ടും. അതിനകത്ത് യാതൊരു മാറ്റവും ഇല്ല. നമ്മളിപ്പം ഈ പുട്ടീനിട്ട് നടക്കുക നല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കുളിച്ചൊരുങ്ങി നടക്കുക എന്ന് പറയുന്നത് വേറൊരു സംസ്കാരം. പക്ഷെ മനുഷ്യത്വം എന്ന് പറയുന്നത് അതിനകത്തിരിക്കുക. ഈ പുറമേ ഉള്ളതല്ല. പുറമേ ഉള്ളത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. മനസ്സിലാവുന്നോ? നമ്മൾ ചോദിച്ചൊരു ചോദ്യം. അപ്പോൾ സോഷ്യൽ മീഡിയയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ എല്ലാം ജീവിതത്തിൽ നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടത്? നമ്മൾ അകമേ മാറണം, ഈ സോഷ്യൽ മീഡിയയിലല്ല. നിങ്ങൾ എന്ത് ചെയ്യണം? സോഷ്യൽ മീഡിയ അതിനകത്ത് വന്നോട്ടെ, അത് തെറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മുടെ അനാഥാലയത്തിൽ അവിടെ പോകുന്നു, നമ്മളവിടെ പോയി എന്ത് ചെയ്യുന്നു, നമ്മുടെ ബർത്ത്ഡേ വെക്കുകയോ എന്തെങ്കിലും ആഹാരം കൊടുക്കുകയോ ചെയ്യുമ്പം ചിലപ്പോൾ നമ്മൾ ഫോട്ടോ ഇടും. അല്ലെങ്കിൽ പലരും ചോദിക്കും എന്തിനാ ആളാവാൻ, അങ്ങനെ അനാഥാലയം ഉണ്ടായെന്ന് പറഞ്ഞാൽ അവൻ കേട്ടത് അന്നേരമല്ലേ. അവൻ പക്ഷെ ഇങ്ങനെ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കും. കാരണം എന്താ, അവനെ സംബന്ധിച്ചിടത്തോളം ഈ ചോദ്യം ചോദിക്കാനേ അറിയാവൂ. മനസ്സിലാവുന്നു? നിങ്ങളോട് ഞാൻ ഇതെല്ലാം പഠിപ്പിക്കുന്നത് എന്താ, നിങ്ങൾ പഠിക്കുമ്പോൾ ഇതേപോലെ കുഞ്ഞുങ്ങളൂടെ കാണണം. കുഞ്ഞുങ്ങളൂടെ കണ്ട് നിങ്ങൾക്കൊരു മാറ്റം നിങ്ങൾക്കുണ്ടാകുന്നത് പോലെ അവർക്കും ഒരു മാറ്റം ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് അടിച്ചേൽപ്പിച്ച് ആരെയും കേൾപ്പിക്കരുത്. മനസ്സിലാവുന്നു? പക്ഷെ നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്നില്ല, നിങ്ങൾ അന്നന്ന് പഠിക്കുന്നത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇടണോ? എന്തിനാണ് അങ്ങനെ ഇടണമെന്ന് പറഞ്ഞു? ഒന്ന് മോക്ക് നല്ലോണം പഠിക്കാൻ, 2 ഏതെങ്കിലും കൊച്ചുങ്ങൾക്ക് ട്യൂഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് റെഫറൻസ് ചെയ്യാം. മനസ്സിലാവുന്നോ? അത് മാത്രമാണ് പപ്പ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഒരു കാരണവശാലും ഞാൻ ഈ പറയുന്ന കൃത്യമായ ഡാറ്റയുടെ അടിസ്ഥാനത്തിലെല്ലാം പറഞ്ഞു കൊടുക്കുന്നു. പിന്നെ ആൾക്കാരുണ്ടോ ഉൾക്കൊള്ളുന്നോ ഇല്ലയോ എന്ന് നിങ്ങൾ നോക്കണ്ട. കാരണം ശരിയായിട്ടുള്ളത് മാത്രം ജനം ഉൾക്കൊണ്ടാൽ മതി. മനസ്സിലാവുന്നോ? മനുഷ്യൻ അതുകൊണ്ട് നിങ്ങൾ ആ ടോപ്പിക്കിനെ പറ്റി ചിന്തിക്കേണ്ട. പക്ഷെ നിങ്ങൾ ഒരു കാര്യം കൃത്യമായിരിക്കണം, നിങ്ങൾ ചെയ്യണമെന്നും നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നതുമായ കാര്യങ്ങൾ കൃത്യമായി ചെയ്യണം. അപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നുണ്ടെന്ന് വെച്ചാൽ 100% ഉണ്ട്. ഒന്ന്, അഭിപ്രായ സ്വാതന്ത്ര്യം കിട്ടുന്നു. ഞാൻ പറഞ്ഞില്ലേ, പണ്ട് കക്കൂസിൽ എഴുതുന്ന അവസ്ഥ മാറി ജനങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലൂടെ എഴുതി മറ്റുള്ളവരെ കാണിക്കാൻ പറ്റും. പിന്നെ ഇതിനകത്തെല്ലാം പ്രശ്നം എന്ന് പറഞ്ഞാൽ പപ്പ പറഞ്ഞില്ലേ, ഈ കോണ്ടന്റ് റൈറ്റിംഗ് എന്ന് പറയുന്നത് വലിയൊരു ഇമ്പോർട്ടൻ്റാണ്. ഇന്നലെ തന്നെ രേണു സുധി ചത്തു എന്നൊക്കെ ഞാൻ കൊടുക്കുക കൃത്യമായിട്ട്. അന്നേരം ആരുടെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞ്, അന്നേരം വേറൊരു രേണു സുധി ആദരാഞ്ജലികൾ. മനസ്സിലാവുന്നോ? എന്നിട്ട് ഇങ്ങനെയൊക്കെ എഴുതുന്നത് എന്തിനാണ്? ഇങ്ങനെ എഴുതുക, അത് മോശപ്പെട്ട രീതിയിൽ ഫേക്ക് തന്ന് അവന്റെ രീതിയിൽ എന്തുണ്ടാക്കുന്നു, റീച്ച് ഉണ്ടാക്കുക, മോശപ്പെട്ട രീതിയിൽ പറയുക. ഇപ്പൊ ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യം സോഷ്യൽ മീഡിയയിലൂടെ PR വർക്ക് ഒക്കെ ചെയ്ത് വലിയ പവർ ആയിരിക്കുന്ന ആൾക്കാരുണ്ട്. അവരെന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും അവർ യഥാർത്ഥത്തിൽ ഈ ജെനുവിനായിട്ടുള്ള കാര്യങ്ങൾ അത് ജനങ്ങൾക്ക് കിട്ടാത്ത രീതിയിലേക്ക് ആക്കി മാറ്റും. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇങ്ങനെ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യിപ്പിക്കുന്ന യഥാർത്ഥത്തിൽ എന്ത് ചെയ്യും?
യഥാർത്ഥമായ വിഷയങ്ങൾ ജനങ്ങളുടെ ഇടയിൽ ചർച്ച ചെയ്യപ്പെടാതിരുന്നതിന് കാരണമായി മാറും. കഴിവുള്ളവൻ ചിലപ്പം വരാതിരിക്കാൻ കാരണമായി മാറും. സാധാരണ ജനങ്ങളെ സംരക്ഷിക്കാൻ കഴിവുള്ളവരും വീട്ടിൽ ഇരിക്കേണ്ടവരും പൊട്ടൻ വന്നാൽ എന്ത് ചെയ്യും? കാര്യങ്ങൾ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. ഇതെല്ലാം വരുന്നത് ജനാധിപത്യത്തിൽ എന്താണ് ഭൂഷണമാണോ എന്ന് ചോദിച്ചാൽ, പണ്ടത്തെ കാലത്തെ ജനാധിപത്യവും ഇന്ന് അന്നത്തെ ഇത്രയും വളർച്ചയില്ലാത്തതുകൊണ്ടാണ്. ഇന്ന് ഭയങ്കരമായ ഡെവലപ്മെന്റ്സ്, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ വരുന്നതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ മാത്രമേ നമ്മുടെ രാജ്യത്ത് നടക്കുന്നുള്ളൂ. അപ്പം വലിയ വ്യവസായികളുണ്ടാവും. അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് വേണ്ടത് റോഡാണ്. അവർ റോഡിൽ മാത്രം ഫോക്കസ് ചെയ്യും. പിന്നെ അവർക്ക് ഏറ്റവും പിന്നാലെ വേണ്ടതെന്ന് പറഞ്ഞാൽ സാധാരണ ജനങ്ങളെ കൊണ്ട് അമ്പലത്തിലും പള്ളിയിലും പോക്കിക്കും. അത് അവർ കൃത്യമായി ഓപ്പറേറ്റ് ചെയ്യും. മനസ്സിലാവുന്നു? നിങ്ങളെ രാവിലെയും വൈകിട്ടും പള്ളിയിൽ പോകാൻ പ്രേരിപ്പിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ മരണം വരെ നടത്തിക്കും. ഒരിക്കലും കിട്ടില്ല. നിങ്ങൾക്ക് കിട്ടാൻ നിങ്ങൾ പഠിക്കുക, നിങ്ങൾക്ക് കിട്ടാൻ നിങ്ങൾ മാറുക. മനസ്സിലാവുന്നു? നിങ്ങൾ നേരത്തെ എഴുന്നേൽക്കുക, നിങ്ങളുടെ ജോലിയിൽ വ്യാപൃതരാകുക. പക്ഷെ ഇവർ നമ്മളോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും 8 മണിക്കൂർ ഉറങ്ങണം. എന്താ കാര്യം? നീ 8 മണിക്കൂർ ഉറങ്ങിയാലേ നീ മണ്ടനായി മാറും. ഇതിനു വേണ്ടി ഡോക്ടർമാരെയും വെച്ചിട്ടുണ്ട്. ആ ഡോക്ടർമാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഡോക്ടർമാർ ഒരിക്കലും ലോകത്ത് പ്രധാനപ്പെട്ടവരാകത്തുമില്ല. ഇപ്പൊ നിങ്ങൾ ഉറങ്ങിയാലും ഉറങ്ങിയില്ലേലും നിങ്ങൾ ഒരു 70-75 വയസ്സ് വരെ ജീവിക്കും. സംശയം ഉണ്ടോന്ന് നിങ്ങൾ ഉറങ്ങാതിരുന്ന് ശ്രമിച്ചു നോക്ക്. പറ. കഴിഞ്ഞ ഒരു 2020-2022 വരെ ഉള്ളതെന്ന് തോന്നുന്നു, എന്റെ ഇടയ്ക്ക് എങ്ങാണ്ട് മോദിക്കെതിരെ തെറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കെതിരെ റിപ്പോർട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞോണ്ട് എന്റെ ഇതിനകത്ത് തന്നെ തെറ്റ് പറയുന്നോണ്ടൊന്നും അല്ല റിപ്പോർട്ട് ചെയ്യുന്നത്. എന്റെ ഇതിനകത്ത് അന്ന് പറഞ്ഞാൽ ഞാൻ എന്തോന്നാ പേരെ പറയുന്നത്, ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. കാര്യം എന്താ? അതിപ്പം മോദി ആയാലും മോദി പറയുന്നതിനകത്ത് നമ്മൾ റിപ്പോർട്ട് ചെയ്തെന്ന് വെച്ചോ, പക്ഷെ മോദിയുടെ ആൾക്കാർ ഇഷ്ടംപോലെ കിടക്കുക. ഞാനിത് പറയുമ്പോൾ ഇത് ഇഷ്ടപ്പെടാതെ കടിയുള്ളവന്മാരെല്ലാം ചെയ്തു റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും. അതൊന്നും കാര്യമൊന്നുമില്ല. അതൊന്നും നമ്മുടെ വിഷയമുള്ള കേസല്ല. അതാരെങ്കിലും അതിപ്പോ മോദിക്കാണെന്നോ അതൊരു വിഷയമാണോ നീ റിപ്പോർട്ട് ചെയ്ത, അവൻ അതിനനുസരിച്ച് അവന്റെ കാര്യം പറഞ്ഞുകൊണ്ടേയിരിക്കും. മനസ്സിലാവുന്നു? ഇതിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഇപ്പൊ മോദിയുടെ കേസ് പറയുന്നില്ല, ചന്ദ്രനെ നോക്കി കുരയ്ക്കുന്നതിനും കൂട്ടാ. പക്ഷെ രാഷ്ട്രീയപരമായി അതിനെ എങ്ങനെ മാറ്റിയെടുക്കണമെന്നുള്ളത് നിങ്ങൾ ഈ പറഞ്ഞ കോണ്ടന്റ് റൈറ്റിങ്ങിലൂടെ മാത്രമേ നടക്കൂ. ഒരു ഇപ്പൊ CJP വന്നിട്ട് കാര്യം പറഞ്ഞപ്പം ജനങ്ങൾ മാധ്യമങ്ങൾ ഏറ്റെടുത്തില്ലേ? എന്താ കാര്യം? അതിന്റെ കണ്ടന്റ് ആണ് ബേസ്. അപ്പം ചിലപ്പോൾ നെഗറ്റീവ് നോട്ട്സ് സ്പ്രെഡ് ചെയ്തെന്നിരിക്കും. അത് ഫൈറ്റ് ചെയ്ത് തന്നെ നേടേണ്ടി വരും. മനസ്സിലാവുന്നോ? അതുകൊണ്ട് അത് കാര്യമാക്കാം. അപ്പൊ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നു? ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നു. അതിലുപരി ശരിയും തെറ്റും തിരിച്ചറിയുവാനുള്ള വിവേകം സാധാരണ ജനങ്ങൾ നേടാതെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചാൽ വലിയ പ്രതിസന്ധി ഉണ്ടാവും. അവൻ എപ്പോഴും എന്താണ്? മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? അസൂയാണ്. മനുഷ്യന് അതിനേക്കാൾ വലുതായി ലോകത്തൊന്നുമില്ല. അതവൻ കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കും. അത് ഓർത്തിട്ട് നിങ്ങൾ വേദനിക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ എപ്പോഴും നിങ്ങളിൽ മാത്രമേ നോക്കാവൂ, വേറൊരാളി നോക്കരുത്. മനസ്സിലാവുന്നോ? നോക്കിയേ ചെയ്യണ്ട. അവൻ എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ അത് ചെയ്തു കൊടുക്കുക. ആരെന്ത് ആവശ്യപ്പെട്ടാലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്തു കൊടുക്കുക. പക്ഷെ നിങ്ങൾ എപ്പോഴും ആരിലെ ഡിപ്പോസിറ്റ് ചെയ്യാവോ, ആരിലെ പറ്റിയാ ചിന്തിക്കാവോ, നിങ്ങളെ പറ്റി ചിന്തിക്കാവോ. അപ്പം ഞാൻ ഈ പറഞ്ഞ എന്റെ പോയിന്റ്സ് ചോദിച്ചു. അല്ല, ചുമ്മാ CJP ഇപ്പൊ മത്സരിക്കുന്നൊക്കെ പറഞ്ഞോണ്ട് CJP മത്സരിക്കുന്നത് നല്ലതാണ്. അങ്ങനെ ഒരു പാർട്ടിക്ക് കയറി വരാൻ പറ്റും. നമ്മുടെ യൂത്ത് ആണ് ഇന്നത്തെ ഏറ്റവും വലിയ സ്ട്രെങ്ത് അല്ലേ? ഉറപ്പായിട്ടും സംസാരിക്കുമ്പോൾ ഇൻ കേസ് എന്താണ് ജനാധിപത്യത്തിൽ അതൊരു വലിയ സംഭവമല്ലേ? ഒരു സോഷ്യൽ മീഡിയയിലൂടെ ഒരു പാർട്ടി വരാം. അങ്ങനെയാണ് ആം ആദ്മി പാർട്ടി വന്നത്. അത് പുതിയ ആശയങ്ങൾ പറയും, പക്ഷെ അത് ആ ആശയങ്ങൾ നിലനിർത്താൻ ഞാൻ പറയുന്നത് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, പഴയ കാലഘട്ടത്തിൽ നിന്ന് പുതിയ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ വളരെ സ്പീഡായ ഒരു യുഗത്തിലേക്ക് എത്തുന്നു. ജനങ്ങൾക്ക് വാർത്തകളൊക്കെ പെട്ടെന്ന് കിട്ടുന്നു. അങ്ങനെ വളരെയേറെ വലിയ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഉണ്ടാകുന്നു, റിസോഴ്സസ് കൂടുതൽ ഉണ്ടാകുന്നു. അതെല്ലാം മനുഷ്യൻ കൃത്യമായി ഉപയോഗിച്ച് പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഇതുപോലുള്ള CJP പോലുള്ള പാർട്ടികൾ വരണം. കാരണം എപ്പോഴും യൂത്ത് ആണ് ഒരു സമൂഹത്തിൽ മാറ്റങ്ങൾക്ക് തുടക്കമിടേണ്ടത്. അതിനകത്ത് 100% എല്ലാവർക്കും ഒക്കത്തില്ല. അതിനകത്തൊരു പഠിക്കാൻ പോകാത്ത ഒരു 50% ആൾക്കാരുണ്ടാവും. അവരെ നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. അവർ ഫ്ലോയ്ക്ക് അനുസരിച്ച് മാറിക്കോളും. മനസ്സിലാവുന്നു? അവരെപ്പോഴും അങ്ങനെയാണ്. അവരെ ആരാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ എപ്പോഴും അവരെ ഒരു കൂട്ടം ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അതിന് അവർ സ്വയം ചിന്തിക്കണം. ഞാൻ ഉപയോഗിക്കപ്പെടുകയാണോ, ഞാൻ ഉപയോഗിക്കുകയാണോ, അതോ എന്നെ ഉപയോഗിക്കപ്പെടുകയാണോ എന്ന് അവൻ ഓരോ ദിവസവും ചിന്തിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ അവന് സോഷ്യൽ മീഡിയയിൽ ഒരു കാര്യം എഴുതുമ്പോൾ ഞാൻ എന്തിനിടെ ഇത് എഴുതുന്നത്, എന്റെ കാര്യം എന്താ എന്നങ്ങ് ചിന്തിച്ചാൽ പോരെ. പിന്നെ വേറെ കാര്യമുണ്ട്. നിങ്ങളിപ്പോൾ അമേരിക്കയുടെ ഇപ്പോഴുന്ന തമിഴ്നാട്ടിൽ ഒരു തരുന്ന എന്തെങ്കിലും എഴുതിയാൽ നിങ്ങൾ മറുപടി കൊടുക്കുന്നു? ഇല്ല. നിങ്ങൾ മോശമായ മറുപടി ആർക്കായിരിക്കും കൊടുക്കുന്നത്? നിങ്ങളെ അറിയാവുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അസൂയുള്ള ഒരാൾക്ക് നിങ്ങൾ മറുപടി കൊടുക്കും. അതുകൊണ്ട് സോഷ്യൽ മീഡിയ ഓർത്ത് നിങ്ങൾ വ്യാകുലപ്പെടേണ്ട. അതൊക്കെ എന്ത് ചെയ്യും? അതിന്റെ രീതിയിൽ കിടക്കും. കാരണം ഈ എഴുതുന്ന ആളെ നമുക്കറിയാമോ? പക്ഷെ നമുക്കവരെ അറിയത്തില്ലേ? നമുക്കവരെ അറിയത്തില്ല, പക്ഷെ അവർക്ക് നമ്മളെ അറിയത്തില്ലേ? അതാണ് സോഷ്യൽ മീഡിയയുടെ പവർ എന്ന് പറയുന്നത്.